പുനലൂർ താലൂക്ക് സമാജത്തിൻ്റെ അധീനതയിലുള്ള ഗേൾസ് ഹൈസ്കൂൾ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. കിഴക്കൻ മേഖലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കഴിഞ്ഞ 50 വർഷമായി ഗേൾസ് ഹൈസ്കൂൾ മികവിൻ്റെ പാതയിൽ മുന്നേറുകയാണ്. 50ൻ്റെ നിറവിൽ നിൽക്കുന്ന സ്കൂളിൻ്റെ വാർഷികം ഗുൽമോഹർ എന്ന പേരിൽ 2 ദിവസമായി ആഘോഷിക്കുകയാണ്. അധ്യാപക രക്ഷാകർതൃ സമ്മേളനം, സ്മരണിക പ്രകാശനം, യാത്രയയപ്പ്, ഫോട്ടോ അനാച്ഛാദനം, അവാർഡ് വിതരണം, അനുമോദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ എന്നിവ നടക്കും. PTA പ്രസിഡന്റ് CV അഷോറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക സമ്മേളനത്തിൽ സീനിയർ അസിസ്റ്റന്റ് MG ശ്രീകല സ്വാഗതം പറഞ്ഞു. ഹെഡ്മിസ്റ്റർ സുജാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം MD ഡോക്ടർ ദിവ്യ S അയ്യർ IAS സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അച്ഛനെ ഒരു നിമിഷം 2 വർത്തമാനം ഞങ്ങളോട് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മോഹം ആ പാട്ട് ഏതെന്നറിയാമോ? അറിയില്ല? ഒരു വട്ടം കൂടിയാ. ഒന്നുകൂടെ പാടോ? തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ഈ പാട്ട് ഞാനിപ്പോൾ ഓർക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്, അല്ലേ? ഇവിടെ സ്വാഗത പ്രസംഗത്തിനും പറഞ്ഞു എൻ്റെ അപ്പ പഠിച്ച വിദ്യാലയമാണ് എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇങ്ങനെ ഒരു സ്നേഹസംഗമത്തിൽ അപ്പാവും അമ്മയും കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മനുഷ്യർ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ അനുഭവ സമ്പത്ത് ഇങ്ങനെ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ 2-3 വയസ്സ് മുതൽ മാത്രമേ നമുക്കവ ആ അനുഭവങ്ങൾ ഓർമ്മകളായി മാറുന്നു. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മകൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ എന്നുള്ളത് ഒരു പക്ഷേ LKG പഠിച്ച കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മ ഉണ്ടാവില്ല. എല്ലാവർക്കും അതുപോലെ നമ്മുടെ ഓർമ്മകൾ നമ്മൾ സംഭരിച്ച് തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടായിരിക്കും. ആ പ്രായം മുതൽ ഇങ്ങോട്ടുള്ള ഓർമ്മകളെല്ലാം നമ്മൾ ഒരു ചെപ്പിനുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുക. എല്ലാവർക്കും ഓർമ്മകൾ സ്വരുക്കൂട്ടി വെക്കാനായിട്ട് വലിയ താല്പര്യവുമാണ്, അല്ലെ? ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാരമായി, ഒരു ഭാണ്ഡക്കെട്ടായി നിൽക്കരുത് എന്നുള്ളത് പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പത്തനാപുരം മൗണ്ട് താബോർ ട്രെയിനിങ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ റോസമ്മ ഫിലിപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി. പുനലൂർ താലൂക്ക് സമാജം സ്കൂൾസ് മാനേജർ അശോക് B വിക്രമൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് SM ഖലീൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. താലൂക്ക് സമാജം സെക്രട്ടറി C വിജയകുമാർ എൻഡോൺമെന്റ് വിതരണവും നിർവഹിച്ചു. പുനലൂർ DO മിനി S അവാർഡുകൾ വിതരണം ചെയ്തു. AO അജയ്കുമാർ B പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുനലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ B സുജാത, വൈസ് ചെയർമാൻ D ദിനേശൻ, അഡ്വക്കേറ്റ് PA അനസ്, പാർലമെന്ററി പാർട്ടി ലീഡർ G ജയപ്രകാശ്, മുൻ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ നാസ്ല ഷാജി, സ്കൂൾ പ്രിൻസിപ്പൽ KM റിയാസുദ്ദീൻ, ഹെഡ് മിസ്ട്രസ് ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘനാളത്തെ സർവീസിനു ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ R സുനിൽകുമാർ, R ശ്രീകുമാർ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പ്രീതി പ്രസേനൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. Yeah.
കേളടി മായൊന്നും കണ്ണൻ ഇരുതാഴു ജാലങ്ങൾ പാടുന്നു പയ്യെ തന്നെ നവനീത ചോരൻ ഗോപാല ബാലേശ്വരേ